ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ആദ്യമായിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണിത്. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എപ്പോഴും ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച എപ്പോഴാണ് വരിക എന്നൊക്കെ ആലോചിച്ചിട്ട് നടന്നിട്ടുണ്ടാവും കേട്ടോ. ഞാൻ മാത്രമല്ല, നമ്മൾ പലരും അങ്ങനെ തന്നെയാണ്. എന്താണെന്നറിയില്ല, ഈ ഒരു 1 വീക്ക് ഫുൾ ഓട്ടത്തിലായിരുന്നു കേട്ടോ. തീരെ റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടിയിരുന്നില്ല. അപ്പം ഞാൻ ഇന്നലെ തന്നെ വിചാരിച്ചു കേട്ടോ, നാളെ എന്തായാലും ഞായറാഴ്ചയല്ലേ, നാളെ മെല്ലെ എണീറ്റാൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നു, ചെറുപ്പത്തിൽ നമ്മൾ ഇതുപോലെ ആയിരുന്നില്ലേ, ഒരു 1 വീക്ക് ഫുള്ള് സ്കൂളിലൊക്കെ പോയിട്ട് ശനിയും ഞായറും ആവാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും അല്ലേ. രാവിലെ എണീറ്റ് തന്നെ പതിവില്ലാതെ ചായ വെക്കാനാണ് കേട്ടോ ആദ്യം കയറിയത്. വീട്ടിലെൻ്റെ അനിയനുണ്ട്, അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് ചായ വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് പണ്ടേ ചായനോട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ ആ ഒരു സൈഡിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. എന്താണെന്നറിയില്ല, പക്ഷെ ചായ കുടിക്കുന്നവനെ കാണുമ്പോഴൊക്കെ ഒരു കൗതുകമായിരിക്കും കേട്ടോ. എന്താണ് ഇത്ര ആസ്വദിച്ച് കുടിക്കുന്നുണ്ടല്ലോ, അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടാവുമോ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കൂടുതൽ ചോയ്സസ് ഒന്നും ഇല്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇഡ്ഡലി തന്നെ ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്ത് രാവിലെ ഇന്നലെ തന്നെ ആലോചിച്ചിട്ട് കിടന്നതാണ്, രാവിലെ എണീറ്റ് ഇഡ്ഡലി തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എണീറ്റതും ഞാൻ ചായയൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇഡ്ഡലി തന്നെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ പിന്നെ നമ്മൾ ഉള്ള സാധനങ്ങളൊക്കെ ഒഴിച്ച് ഒരടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ സംഭവം എന്ത് കിട്ടില്ലേ. അപ്പോൾ ഇഡ്ഡലീൻ്റെ കൂടെ കഴിക്കാനായിട്ട് തേങ്ങാ ചട്നി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും ഡെയിലി തേങ്ങാ ചട്നി മാത്രമാണോ ഉണ്ടാക്കലെന്ന്. തേങ്ങാ ചട്നി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ, അതുകൊണ്ട് ഞാനത് നോക്കിയത് കേട്ടോ. വേറെ എല്ലാം ഉണ്ടാക്കും, പക്ഷേ ഇന്ന് പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ഞായറാഴ്ച വയ്യ, കുറച്ച് പണിയെടുക്കാൻ വയ്യ, കുറച്ച് പെട്ടെന്ന് പണി തീർത്തിട്ട് പോയി ഇരുന്നാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ചെയ്തുള്ളൂ കേട്ടോ. അങ്ങനെ കയ്യോടെ രാവിലെ തന്നെ അരിയും അതേപോലെ തന്നെ പരിപ്പും വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് വെന്ത് കിട്ടാനാണ്, ഇല്ലെങ്കിൽ കുറേ ടൈം എടുക്കില്ലേ. അപ്പോൾ അത് മറക്കാതെ രാവിലെ തന്നെ വേഗം അത് വെള്ളത്തിൽ ഇട്ട് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സാമ്പാർ വെക്കാനുള്ള പ്ലാനിലായിരുന്നു ആദ്യം പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചത്. പിന്നെ ഞാൻ ആലോചിച്ചു സാമ്പാർ വേണ്ട, പരിപ്പ് കറി തന്നെ വെക്കാൻ പറഞ്ഞിട്ട് പ്ലാൻ മാറ്റിയിട്ടോ, പരിപ്പ് കറി വെച്ചു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. അപ്പോൾ കയ്യോടെ അവനും കുട്ടീനെയും എണീപ്പിച്ചിട്ട് അവനും കൊടുത്തിട്ടുണ്ടായിരുന്നു, അനിയനും കഴിച്ചു. ഞങ്ങൾ 3 പേരും ഒന്നിച്ച് തന്നെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കഴിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് മീനേ എന്ന് പറഞ്ഞിട്ട് സൗണ്ട് കേട്ടത്. നോക്കിയപ്പോൾ മീൻകാരൻ ചേട്ടൻ വന്നിരുന്നു കേട്ടോ. പൊതുവെ ആ ചേട്ടൻ്റെ കയ്യിൽ മത്തിയും ജിലേബിയും പിന്നെ അതേപോലെ തന്നെ ഒരു ചുവപ്പ് മീൻ കേട്ടോ, എന്തോ കിളിമീൻ എന്ന് പറഞ്ഞു. ആ ഒരു 3 മീൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഏട്ടൻ്റെ കയ്യിൽ. അപ്പം ഞാൻ ശരി എന്നാൽ ജിലേബി വാങ്ങാമെന്ന് വിചാരിച്ചു. മത്തി എനിക്ക് വയ്യ, നേരക്കാൻ നിറയെ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും ഫുള്ള് ലേസിയാണ്. അപ്പോൾ അതുകൊണ്ട് പണി കുറവുള്ള സംഭവങ്ങൾ ചെയ്യുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് പണിയുള്ള സാധനങ്ങളൊന്നും വാങ്ങില്ല എന്ന് പറഞ്ഞാൽ ആ ഏട്ടനെ കൊണ്ട് തന്നെ നേരാക്കി തരാൻ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നേരാക്കി വാങ്ങിയിട്ട് കൊണ്ടുവന്ന് വെച്ചു. എല്ലാ ലേസിനെസ്സും ഈ ഒരു സൺഡേയോടെ തന്നെ തീർക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നാളെ എന്തായാലും പുതിയൊരു ദിവസമായി തന്നെ തുടങ്ങട്ടെ എന്നുള്ളൊരു മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ പോലെ തന്നെ ഡയറ്റൊക്കെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട്. പ്രീവിയസ് വീഡിയോ കണ്ടവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഡയറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടാണോ ഇത്ര ഫുഡ് കഴിച്ച് കൂട്ടിയതെന്ന് പറഞ്ഞ് ആലോചിക്കുന്നുണ്ടാവും കേട്ടോ. അതൊന്നും കൊണ്ടല്ല, ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഒരു 1 മന്ത് മുമ്പൊക്കെ സ്ട്രിക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്തിരുന്ന ഒരാളായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ രാവിലെ 1 മണിക്കൂർ വാക്കിങ്ങും 1 മണിക്കൂർ എക്സസൈസും അങ്ങനെ എല്ലാം ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലായിരുന്നു കേട്ടോ ഞാനൊരു 1 മന്ത് മുമ്പ് വരയ്ക്കും ഉണ്ടായിരുന്നത്. പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് നേരത്തെ ഉണ്ടായിരുന്നൊരു വീട്ടിൽ നിന്ന് നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് മാറിയതാണ്. പുതിയ സ്ഥലത്ത് സെറ്റാവാനായിട്ട് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഡയറ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തെറ്റി. അങ്ങനെ ഒരു മാസത്തോളം ഡയറ്റും ഒന്നും ഇല്ലാതെ അങ്ങനെ പോയി. ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ ഫാറ്റി ലിവർ ആയിരുന്നു. ആഫ്റ്റർ പ്രഗ്നൻസിയാണ് ഫാറ്റി ലിവറുടെ ഇഷ്യൂ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സക്സസ്ഫുള്ളായിട്ട് ഞാൻ ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എൻ്റെ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്തിരുന്നു കേട്ടോ. അതേപോലെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിരുന്നു, ഡയറ്റീഷ്യനെ കണ്ടിട്ട് അവരുടെ ഫുഡ് ചാർട്ടൊക്കെ തന്നിരുന്നു. പക്ഷെ ഞാൻ അവർ തന്ന ഫുഡ് ചാർട്ടിൽ നിന്ന് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് തന്നെ ഫുഡ് കഴിച്ചിട്ടുള്ളത്. എനിക്കങ്ങനെ ട്രഡീഷണലി ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുന്ന ഇഡ്ഡലി ദോശ അതിനോടൊന്നും താല്പര്യമില്ല. കൂടുതലും പച്ചക്കറി അതേപോലെ തന്നെ ഫ്രൂട്ട്സ് അങ്ങനെയുള്ളതിനാണ് കൂടുതൽ താല്പര്യം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ടേസ്റ്റിനനുസരിച്ച പോലെയും അതേപോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ട ഫുഡ്സ് ഞാൻ അങ്ങനെ മാറ്റിയിരുന്നു. ഇപ്പോൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാനായിട്ട് നോക്കണം. കൺസിസ്റ്റൻസിയാണ് എല്ലാത്തിൻ്റെയും കീ എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ 1 മാസം ചെയ്തു റിസൾട്ട് ഉണ്ടോ നോക്കി റിസൾട്ട് വന്നില്ല പറഞ്ഞിട്ട് വിടുകയാണെങ്കിൽ അതിൽ റിസൾട്ട് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ എൻ്റെ വെയിറ്റിൽ ചേഞ്ചസ് കണ്ട് തുടങ്ങിയത് 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ്, 1.5 മാസത്തിന് ശേഷമാണ്. 2 മാസമൊക്കെ ആവുന്ന സമയത്തായിരുന്നു വെയിറ്റ് എനിക്ക് ലോസായി തുടങ്ങിയത്.
നാളെ തൊട്ട് എന്തായാലും പുതിയതായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യണം തന്നെയാണ് കേട്ടോ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഒരു ഡിസ്ട്രാക്ഷനും വരാൻ പാടില്ല എന്നാണ് എൻ്റെ പ്രാർത്ഥന. വരാതിരിക്കട്ടെ, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. നേരത്തെ പറഞ്ഞ പോലെ ലഞ്ചിന് പരിപ്പ് കറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പും തക്കാളിയും ചെറിയുള്ളിയാണ് ഇടാറ്, പക്ഷെ ഞാൻ വലിയുള്ളിയാണ് ഇട്ടത്. വലിയുള്ളിയും ചെറിയുള്ളിയും മിക്സായിട്ട് ഇട്ടു. എന്നിട്ട് പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ വിസിലിട്ട് എടുത്തു കേട്ടോ. ഒരു 3 വിസിലിട്ടു. വേറെ ഒന്നും ചേർത്തിയില്ല. വിസിലിട്ടിട്ട് അതെടുത്ത് അങ്ങനെ കടഞ്ഞിട്ട് യൂസ് ചെയ്തു. താളിച്ചതോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓൾറെഡി നമുക്ക് മീൻ വറുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ കുറേ എണ്ണ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് അവോയ്ഡ് ചെയ്തു. താളിച്ചൊന്നും ചെയ്തില്ല, അങ്ങനെ തന്നെ കഴിച്ചു കേട്ടോ. ജിലേബി പൊരിക്കാനായിട്ട് കൂടുതൽ മസാലകളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. വേറെ മസാലാസ് ഒന്നും ഇടില്ല. പൊടിയൊക്കെ ഇട്ടതിന് ശേഷമാണ് ശ്രദ്ധിച്ചത് മീനിൽ വരഞ്ഞു കൊടുത്തിട്ടില്ല എന്ന്. വറുക്കാനുള്ള മീനല്ലേ, വരഞ്ഞു കൊടുത്തിട്ടില്ല. മസാല ഒന്നും ശരിക്കും പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും ഒന്നും കൂടി വരഞ്ഞു കൊടുത്തിട്ട് മസാല തേച്ച് ഒരു 15 മിനിറ്റോളം റെസ്റ്റിന് വെച്ചിരുന്നു കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ മീൻ എടുത്തിട്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒഴിച്ചിട്ട് മീനൊക്കെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ട് വറുത്തിരുന്നില്ല, കുറച്ച് മാത്രം വറുത്തിട്ട് കുറച്ച് മാറ്റി വെച്ചിരുന്നു കേട്ടോ, രാത്രിക്ക് വറുക്കാമെന്ന് പറഞ്ഞിട്ട്. കുട്ടിക്ക് മീൻ ഇഷ്ടമായതുകൊണ്ട് അപ്പോൾ അവന് മാറ്റി വെച്ചതാണ് രാത്രിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ 3 പേരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുത്തിരുന്നില്ല കേട്ടോ. പിന്നെ ഈവനിങ് നല്ല മഴക്കാറുണ്ടായിരുന്നു. എന്നാൽ ശരി, ഇനിയൊരു പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.